വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ്. അതായത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് അതായത് നമ്മുടെ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഒരു മിക്സ് ആക്കിയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഏർലി പ്രഗ്നൻസി സിംറ്റംസും പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയതും കൂടിയിട്ട് ഞാൻ പറയാൻ പോണത്. സോ നമുക്ക് വീഡിയോ എടുക്കാം. എക്സ്പീരിയൻസ് ആണുള്ളത് ഫസ്റ്റും സെക്കൻഡും. പക്ഷേ ഫസ്റ്റും സെക്കൻഡും രണ്ടും എന്താ പറയുക ടോട്ടലി ഡിഫറെൻറ്റ് സിംറ്റംസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. ഒരേപോലെ ആയിരുന്നൊന്നുമില്ല. ഫസ്റ്റ് പ്രഗ്നൻസി സിംഗിൾട്ടൺ ആയിരുന്നു, സെക്കൻഡ് പ്രഗ്നൻസി ഇപ്പോൾ ട്വിൻസ് ആണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസി വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി കാണിക്കുന്ന കുറച്ച് സിംറ്റംസ്, അതായത് മിസ്ഡ് പീരീഡ് ആണ് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെ പറയാം. കാരണം നമുക്ക് പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടെസ്റ്റ് ചെയ്യണ ആ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ പ്രോബബ്ലി അതൊരു പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ അതിന് മുൻപ് നമുക്ക് നമ്മുടെ ബോഡി കാണിക്കുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ബ്രസ്റ്റ് ചേഞ്ചസ്, അതായത് നമ്മുടെ ബ്രസ്റ്റിന് വേണ്ട ചേഞ്ചസ്. ബ്രസ്റ്റിന് എന്ത് ചേഞ്ച് വരണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ തോന്നും, അല്ലെങ്കിൽ പിന്നെ പെയിൻ തോന്നും, അല്ലെങ്കിൽ പിന്നെ ഹെവിനെസ്, ഫുൾനെസ്, അതൊക്കെ ആയിരിക്കും നമ്മുടെ ബ്രസ്റ്റിന് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് പെയിൻ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത്. അത് ഫുൾ ഡേ വോൾ ഡേ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഒരു കല്ലപ്പ് പോലെ അങ്ങനെയൊക്കെ തോന്നും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് സെൻസിറ്റീവ് ആയ പോലെ തോന്നും. പിന്നെ പറയണത് വാജിനൽ ഡിസ്ചാർജ് ആണ്. വാജിനൽ ഡിസ്ചാർജ് എന്താ പറയുക, വാജിനൽ ഡിസ്ചാർജ് ഞാനിപ്പോൾ പറയണ പോലെ നിങ്ങൾ കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ എന്താ പ്രഗ്നൻ്റ് ആണ്. പിന്നെ വേറെ സിംറ്റംസ് നമുക്ക് തപ്പേണ്ട ആവശ്യമില്ല. എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഇത് മാത്രമാണ് സെയിം ആയിട്ട് വന്നിട്ടുള്ളത് ഈ വാജിനൽ ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ. എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ വാജിനൽ ഡിസ്ചാർജ് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇനി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. കാരണം ആ ഒരു പ്രത്യേകതരം ഡിസ്ചാർജ് ആണ് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഞാനൊരു പിക്ക് കാണിക്കാം. അതുപോലെ ആയിരിക്കും നമ്മുടെ വാജിനൽ ഡിസ്ചാർജ് പ്രഗ്നൻ്റ് ആണെങ്കിൽ വരാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്പെക്റ്റിംഗ് ആണെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ആയിരിക്കും. പിന്നെ അതിൽ വേറെ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ടയേർഡ്നെസ് ആണ്. ടയേർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺയൂഷ്വൽ ആയിട്ട് ഭയങ്കരമായിട്ട് ഏത് സമയവും ഇങ്ങനെ ഒട്ടും എനർജി ഇല്ല, ഉറക്കം വരിക, അതൊക്കെ പ്രഗ്നൻസിയുടെ ഒരു സിംറ്റമാണ്. ഇതൊക്കെയാണ് നോർമലി കാണിക്കുന്ന കുറച്ച് സിംറ്റംസ്. അതായത് ബ്രസ്റ്റിൻ്റെ ഒരു ടെൻഡർനെസ്സും കാര്യങ്ങളും, പിന്നെ വാജിനൽ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഫാറ്റിഗ്, അതായത് ടയേർഡ്നെസ്, മിസ്ഡ് പീരീഡ്. ഇനി എൻ്റെ കാര്യത്തേക്ക് വരാം. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എൻ്റെ April 8 ആയിരുന്നു എൻ്റെ മിസ്ഡ് പീരീഡ്. April 8 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് പീരീഡ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് May 11 ആണ്. May 11 ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ആ ഒരു ടെസ്റ്റ് കിറ്റ് നോക്കാൻ വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല പിങ്ക് ലൈൻ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഡാർക്ക് ലൈൻ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ സംശയം കൺസീവ് ആവുമെന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനു മുൻപ് ഒരു May 24 May 24 കുറച്ചുകൂടി മുൻപ്, അതായത് നമ്മുടെ പീരീഡ് കഴിഞ്ഞു, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് എൻ്റെ ബോഡി കുറച്ച് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു May 11 ഒരു 10 ദിവസം ഡിഫറൻസ് ഉണ്ടാവുള്ളൂ എന്തായാലും. പക്ഷെ എനിക്ക് അന്ന് ഒന്നും കാണിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് May 11 ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ നല്ല പിങ്കോടെ ആ ഒരു ലൈൻ വരുന്നത്. പ്രഗ്നൻ്റ് ആണെന്നുള്ള ടെസ്റ്റിൽ നമുക്ക് ആ ലൈൻ വരാൻ പറഞ്ഞ പോലെ April 8 ആയിരുന്നു ലാസ്റ്റ് പീരീഡ്. പിന്നെ May 11 ആകുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് ഒരു മാസം കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലൊരു, അതായത് പീരീഡ് മിസ് ചെയ്ത് 2-3-4 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഡാർക്ക് ലൈൻ തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ പ്രഗ്നൻസി പീരീഡ് ആ ഒരു ടൈം ഫുള്ള് എൻ്റെ അച്ഛന് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാനും അമ്മയായിരുന്നു ബൈ സ്റ്റാൻഡറായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് അറിയണതിനെക്കാട്ടും മുൻപൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന ശേഷം എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോഴാണ് പീരീഡ് മിസ്സായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് മുൻപ് എൻ്റെ ബോഡി എന്തൊക്കെ സിംറ്റംസ് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിൽ എനിക്ക് ആദ്യം വന്നത് പീരീഡ്സിൻ്റെ ക്രാമ്പാണ്. ആ ഒരു പീരീഡ്സിൻ്റെ വയറുവേദന ഇല്ലേ, അത് വന്നിരുന്നു. ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ സാധാ വരുന്ന പോലെയല്ല. പക്ഷേ എനിക്കൊരു ദിവസം നൈറ്റ് ഉറക്കത്തിൽ ഞാൻ എനിക്കാ ചെയ്തു, വയറുവേദന എടുത്തിട്ട് ഞാൻ ഉറക്കത്തിൽ നേരിട്ടു. അപ്പോൾ ഞാൻ വെച്ചു ഇനി പീരീഡ്സ് ആവാനുള്ളതാവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ നോക്കിയപ്പോൾ പീരീഡ്സ് ആയിട്ടൊന്നും. എന്നിട്ട് പിന്നെ ബാത്റൂം പോകുന്ന സമയത്ത് പാൻറ്റീസിൽ ഞാൻ സ്പോട്ടിങ് കണ്ടു. സ്പോട്ടിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരുന്നു അത്. പക്ഷെ നമുക്കന്ന് ഒന്നും അറിയില്ല. ഞാൻ എന്നിട്ട് അന്ന് വിചാരിച്ചു പീരീഡ്സ് ആയതാന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്നത്. പക്ഷെ പിന്നീട് കൂടുതൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, ചെറുതായിട്ട്
ചെറുതായിട്ട് തന്നെ ഭയങ്കര ചെറുതായിട്ടാണ് അന്ന് അത് ബ്ലീഡിങ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു കറ പോലെയൊക്കെ കണ്ടത്. പക്ഷെ അത് ഒരു സിംറ്റം ആണെന്ന്, അതായത് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആണ്, നമുക്ക് ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും എനിക്ക് അന്നില്ല. പിന്നെ എനിക്ക് വന്നൊന്നാണ് മസിൽ പെയിൻ, അതായത് രണ്ട് കാലും ഭയങ്കര വേദന, മസിൽ പെയിൻ്റെ വേദന. സ്റ്റേഴ്സ് കയറാൻ പറ്റണില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. ഒരു ദിവസം ഫുള്ള് അങ്ങനെയായിരുന്നു. നമ്മൾ കുറേ നാൾ ശരീരം അനങ്ങാണ്ടിരുന്നിട്ട് പിന്നെ നല്ല ഓട്ടോ ചാട്ടോ എക്സസൈസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിക്ക് ഒരു പിടുത്തം വരില്ല. അതുപോലെ എനിക്ക് കാലും ഒരു പിടുത്തം വന്നു. അത് വന്നതോടെ എനിക്ക് സംശയം തോന്നി. കാരണം ഞാൻ എൻ്റെ ഒരു കസിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ചിലപ്പോൾ അത് പ്രഗ്നൻസിയുടെ സിംറ്റം ആയിരിക്കും, ചിലർക്ക് അങ്ങനെ വരാറുണ്ടെന്ന്, ഈ ഒരു മസിൽ പെയിനും കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഫസ്റ്റിൽ വന്നിരുന്നു. ബ്രസ്റ്റ് പെട്ടെന്ന് ഒരു സെൻസിറ്റീവ് ആയ പോലെ തോന്നുക, കോച്ചി പിടിക്കൽ പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നത്, ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നാന്നുള്ളതില്ലേ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അതൊക്കെയായിരുന്നു ഫസ്റ്റത്തേലെ ആ ഒരു തോന്നിയ സിംറ്റംസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ചിന്തിച്ചില്ല, കൂടുതലൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അന്നൊന്നും അങ്ങനെ വിചാരിച്ചില്ല അത് പ്രഗ്നൻസിയുടെ ആണെന്നൊന്നും അന്ന് ചിന്തിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഹോസ്പിറ്റലായിരുന്നു. 10 ഡേയ്സോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഏപ്രിൽ ലാസ്റ്റോടെ ഹോസ്പിറ്റലായി. ഒരു 10 ദിവസത്തോളം ഞാൻ അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് പിറ്റേ ദിവസം പീരീഡ് മിസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ വാങ്ങിക്കൊണ്ടിട്ട് ഈ ഒരു ടെസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. അപ്പോഴും ചേട്ടൻ ഒരിക്കലും ചേട്ടൻ അങ്ങനെ സമ്മതിച്ച് തരണില്ല. അതായത് അങ്ങനെ ഇത് പീരീഡ് മിസ്സായിട്ടുള്ളത് പ്രഗ്നൻസിയുടെ ആവും എന്നുള്ളത് ചേട്ടൻ സമ്മതിച്ച് തന്നിരുന്നില്ല. കാരണം അതിന് 10 ദിവസം മുൻപാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ അങ്ങനെ 10 ദിവസം കൊണ്ട് പ്രഗ്നൻ്റ് ആവും എന്നുള്ളത്, കാരണം ഇപ്പോൾ ഒരു സ്ലൈറ്റായിട്ട് ഒരു മാർക്കും പോലും വന്ന് കാണിച്ചിരുന്നില്ല. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ പോയിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഞാൻ ബാത്റൂം പോയി ഈ സാധനം ഒഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ നല്ല ഡാർക്ക് ലൈന വന്ന്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരുന്നു. അച്ഛന് വയ്യാണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു ആ ഒരു ടൈം ഫുള്ള്. പക്ഷേ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചേട്ടനായിട്ട് ആ ഒരു ജേണി ഫുള്ള് ചേട്ടനായിട്ട് നിൽക്കണം, ചേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിഞ്ഞ് 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ചേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നാണ് മെയ് 24-ന് അച്ഛൻ മരിച്ചു. അറിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അച്ഛൻ മരിച്ചു. നമുക്ക് മോർണിംഗ് കോൾ വന്നു, ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കോൾ വന്നു. അത് ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ആ ഒരു ന്യൂസ്. അതും ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് നമുക്ക് മെൻ്റലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവാത്തൊരു ഇതായിരുന്നു. അതങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയ് 13 ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. പക്ഷേ മെയ് 13 എൻ്റെ അച്ഛൻ്റെ സഞ്ജയനായിരുന്നു. അതായത് എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ള സഞ്ജയനായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയം. മെൻ്റലി ഞാൻ ആകെ ഡൗൺ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുറച്ച് കാലം. പിന്നെ അത് കഴിഞ്ഞ് ഒരു അച്ഛൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മ ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്നതാണ്, പിന്നെ ബ്രദർ കോളേജിൽ പോകുന്നതാണ്. അപ്പം പിന്നെ ഇവിടെ നിൽക്കാണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു പോയി. ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു 3rd മന്ത് ആകുമ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. ക്രോണിക് ഹെമറേജ് അങ്ങനെ എന്തോ ഒരു സംഭവം. എനിക്ക് വാട്ടർ ബ്ലോക്ക് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായി. ഒരു ദിവസം രാവിലെ മോർണിംഗ് ആയിട്ട് ബാത്റൂം പോയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് ഫ്ലഷ് അടിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ക്ലോസറ്റിൽ ഫുള്ള് ബ്ലഡാണ് കണ്ടത്. അങ്ങനെയൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബേബി SUA കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ ദൈവം സഹായിച്ച്. പക്ഷേ ഞാൻ ഒരുപാട് ആ സമയത്ത് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വെച്ചിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ സെപ്റ്റംബർ 30 ആയിരുന്നു എൻ്റെ പീരീഡ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബറിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഞാൻ ആക്ച്വലി ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ തീരെ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് ആയി പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, എന്നെ തെറ്റിദ്ധരിക്കരുത്, പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അതായത്
എന്നെ വേറൊരു തരത്തിൽ കാണരുത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു പ്രഗ്നൻസിയുടെ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഡിപ്രഷൻ്റെ അങ്ങേയറ്റായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ജോളിയായിട്ട് ഹാപ്പി ആയിരിക്കുന്ന പീരീഡ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റുള്ളവർ എന്നെ ഒരു എന്താ പറയുക മാറാരോഗി എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രഗ്നൻസി പീരീഡ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു റീസൺസ് കൊണ്ടൊക്കെ തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിക്ക് 11 മാസമുള്ളപ്പോഴാണ് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നത്, സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. സെക്കൻഡ് പ്രഗ്നൻസിക്ക് നേരെ തിരിച്ചായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇറങ്ങുന്നത് ഞാൻ ആകെ മെൻ്റലി ഭയങ്കരമായിട്ട് ബ്രോക്ക് ഡൗൺ ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് അത്രയും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഫിക്സ്ഡ് ആയിരുന്നു, ഇഫ് ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ അബോർട്ട് ചെയ്യും. എനിക്ക് പ്രഗ്നൻസി എന്തായാലും ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ അബോർട്ട് ചെയ്തിരിക്കും എന്നുള്ളതൊരു എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യൂലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സെയിം ടൈം എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ് ലോങ് ഫുള്ള് ഞാൻ അത് പറ്റി റിഗ്രറ്റ് ചെയ്തിട്ട് ഞാൻ ആകെ ഒരു മെൻ്റലി സൈക്കോയി മാറുന്നുള്ളത്. കാരണം എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല ചെയ്യാൻ, പക്ഷേ ഞാൻ ചെയ്യും. എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് ചെയ്തേ മതിയാവൂ. കാരണം എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എനിക്ക് അക്കംപ്ലിഷ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എത്തിപ്പിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കറൻ്റ്ലി ബാലൻസ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസി വേണ്ട. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി ജേർണി, ബേബീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ട് അത്രയും റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനും കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ ഒരുപാട് പേരുടെ മാസ്ക് കഴിഞ്ഞ് വീണു. എൻ്റെ ലൈഫിൽ ചുറ്റുള്ളവരുടെ ഒരുപാട് പേരുടെ മാസ്ക് കഴിഞ്ഞ് വീണു. കുറേ ഈ ആട്ടിൻതോലിട്ട ചെന്നായകളാണ് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, എനിക്ക് വേണ്ടാന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ബാത്റൂമിൽ നിന്ന് ആ പ്രഗ്നൻസിയുടെ കിറ്റായിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഒരു നൈറ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഉണ്ണിയായിട്ട് കളിക്കുന്നുണ്ട്. പറഞ്ഞു എനിക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, എനിക്കിത് അബോർഷൻ ചെയ്യണം, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ 2-3 ഹോസ്പിറ്റലിൽ പോയി അബോർഷന് വേണ്ടിയിട്ട്. അപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും അബോർഷൻ ചെയ്യണില്ല. ഇഫ് അബോർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മുടെ തോന്നിവാസം ചെയ്ത് വന്നിട്ട് അബോർഷൻ ചെയ്യാൻ ഒരു ഹോസ്പിറ്റലും സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ തീരുമാനമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴും എനിക്കറിയില്ല ട്വിൻസ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് അബോർഷൻ ചെയ്യണം ആ ഒരു ഇതിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് നടക്കണേ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ 2-3 ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നല്ല ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴും ചേട്ടൻ ഓക്കെ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിൻ്റെ തീരുമാനമാണ് നല്ല രീതിയിൽ ചേട്ടൻ ഇരിക്കണേ. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പോയി ആ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് അന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് കാണാൻ പോകുമ്പോൾ പറഞ്ഞു 8 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തണം, നമ്മൾ അബോർഷൻ ചെയ്യാനാണ് പോണത്, 8 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഉണ്ണിയുണ്ട്, ചേട്ടനുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും എന്താ പറയുക വീണ്ടും ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയാണ്. അത്രയും തോട്ട്സാണ് മനസ്സിൽ വന്നിങ്ങനെ പൊക്കോണ്ടിരിക്കേണ്ടത്. കാരണം എനിക്കങ്ങനെ പറ്റുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ ആ ഒരു ടൈപ്പാണ്. അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഞാൻ റിഗ്രറ്റും ചെയ്യും. ഞാൻ അത് പറ്റി ചിന്തിച്ചിട്ട് ഞാൻ അത് പറ്റി തന്നെ ആലോചിച്ചിരിക്കും ലൈഫ് ലോങ്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് മിണ്ടണേ ഇല്ല. ഈ ആളുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ മൂകത. നമ്മൾ തമ്മിൽ അങ്ങോട്ടും സംസാരിക്കണില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ സിറ്റുവേഷൻ അങ്ങോട്ട് പറഞ്ഞ് സംസാരിക്കാന്ന് വെച്ചാൽ ഓക്കെ. ഇത് അങ്ങനെയും ഇല്ല. കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു, ഈ അബോർഷനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു, ഡോക്ടറായിട്ട് എല്ലാം റെഡിയാക്കി തന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അബോർഷന് വേണ്ടി 2-3 ഹോസ്പിറ്റലൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ നമുക്ക് അപ്പോഴും ട്വിൻസ് ആണെന്ന് അറിയണില്ല. എനിക്ക് അബോർഷൻ ചെയ്യണം, അത്രയേ ഉള്ളൂ എനിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് മാത്രമല്ല നടക്കണേ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു,
എങ്കിൽ നമുക്കൊന്ന് പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് പ്രഗ്നൻസിയുടെ കുറച്ചും കൂടി ഒന്നുകൂടി ഉറപ്പാവുമല്ലോ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ട്വിൻസ് ആണെന്ന് അറിയണത്. എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, നമുക്ക് നല്ല സന്തോഷമുള്ള മൊമെൻ്റ് ആണോ അതോ ആക്ച്വലി ഞാൻ ഹാപ്പി ആയിരുന്നു ആ മൊമെൻറ്റ്. ട്വിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മൊമെൻറ്റ്. നമുക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്തൊരു മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, ആക്ച്വലി അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്കിപ്പോഴും ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് ട്വിൻസ് ആണെന്ന് അറിയുമ്പോഴതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ബേബി തന്നെ വേണ്ട, അബോർഷൻ ചെയ്യാൻ ഒരു ബേബി വേണ്ട എന്നുള്ളടത്ത് 2 ബേബിനെയാണ് ദൈവം തരണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഡൗട്ട് തോന്നി, ഇങ്ങനെ പ്രഗ്നൻ്റ് ആണല്ലേ വീണ്ടും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു യെസ് പ്രഗ്നൻ്റ് ആണ് വീണ്ടും എന്നുള്ളത്. അപ്പോൾ തന്നെ മിക്കവരുടെയും മുഖം പോയിരിക്കണം. അത് ട്വിൻസും കൂടി ആണെന്ന് അറിഞ്ഞപ്പോൾ മിക്കവർക്കും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് വിരലുണ്ടാവുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ ഈ എല്ലാവരും നന്നായി ഞാൻ നോട്ട് ചെയ്യും. എല്ലാവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസും സംസാരത്തിൽ വരുന്ന ഭാവങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരുന്ന കാണിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്കെന്തോ ശരിയായിട്ട് തോന്നിയില്ല, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവണ പോലെ തോന്നി. ഈ ട്വിൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് ഒരു അഭിപ്രായം ഇല്ലാത്ത പോലെയായി. അതായത് അത്ര നാൾ അബോർഷൻ ചെയ്യണം എന്നുള്ള ഞാൻ ട്വിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുകൊണ്ട് എനിക്ക് പറ്റണമില്ല, ആ ഒരു സിറ്റുവേഷനായി. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ ഫേസ് കാണുമ്പോൾ ഈശ്വര അവർക്ക് കൂടിയും ബുദ്ധിമുട്ടാവോ. ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ ബെയർ മിനിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇത്തിരി മതി, ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ ഒത്തിരി ഉണ്ടല്ലോ അത് മതി, അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവർക്ക് ബുദ്ധിമുട്ടാവോ എങ്ങനെയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയണത് ഓൾറെഡി ഉണ്ണിക്ക് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ, സോ അബോർഷൻ ചെയ്യണതാണ് നല്ലത്, അത് ഇത് എന്നൊക്കെ. അപ്പോൾ ഞാൻ കണ്ടൊരു ഡിഫറൻസ് വന്നത് ചേട്ടനാണ്. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് വന്നത്. ചേട്ടൻ അത്ര നാളും മിണ്ടാണ്ടിരുന്നു, പക്ഷേ ട്വിൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ചേട്ടൻ പറ്റില്ല, അബോർഷൻ ചെയ്യാൻ പറ്റില്ല എന്നായി. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരുടെ അഭിപ്രായമൊക്കെ വെച്ചിട്ട് എനിക്കൊരു അഭിപ്രായം ഇല്ലാത്ത പോലെയായി. ഞാൻ ഫൈറ്റ് ചെയ്യാണ്, അബോർഷൻ ചെയ്യണം. അങ്ങനെ ഞാനും ചേട്ടനും തമ്മിലൊരു ക്ലാഷൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഓക്കെ അബോർഷൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. അവിടെ ഹോസ്പിറ്റലിൽ പോയി അത്ര നാളും എനിക്കില്ലാന്ന് പോയത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനൊരു ആളില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഞാൻ അവിടെ പോയി ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഡിപ്രഷനാണ് പറഞ്ഞു. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്തതാണ് എൻ്റെ ഡിപ്രഷൻ്റെ കാര്യം. എനിക്ക് ഓപ്പണായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റാതെ, അതായത് മര്യാദയ്ക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു എൻ്റെ പ്രോബ്ലം. ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് നോർമൽ ഡെലിവറി ഇതായിരുന്നു. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ പോസ്റ്റ്പാർട്ടം സ്റ്റേജ് ഇങ്ങനെയായിരുന്നു. എനിക്കിനി വീണ്ടും ഒരു പ്രഗ്നൻസിക്ക് പോവാന്ന് പറയുന്നത്, അതും ഈ ഒരു ഉണ്ണിനെ വെച്ച് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. കാരണം ട്വിൻസാണ്, നമുക്ക് അതിനനുസരിച്ചിട്ട് കോംപ്ലിക്കേഷനും കാര്യങ്ങളുണ്ടാവും. എനിക്ക് എന്തെങ്കിലും ചുറ്റിനും വേറെ അധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നോക്കാനും കാര്യങ്ങൾക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. സോ എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്, വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ ഈ കുട്ടീനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ ഫുൾ അത് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ അബോർഷൻ്റെ കാര്യങ്ങളൊക്കെ പറയണത്. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ദേവിക ഒരു കാര്യം ചെയ്യും, ദേവിക ഇന്ന് ഞാൻ ചെയ്യണില്ല, ദേവിക നാളെ നമ്മളേക്കും ഒരു തീരുമാനം നാളെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് വന്നാൽ DNC ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം സാധാ നോർമൽ അബോർഷൻ പറ്റില്ല, പിൽസ് വെച്ചുള്ള അബോർഷൻ പറ്റില്ല. DNC അതായത് അതൊരു പ്രൊസീജിയറാണ്, ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് വണ്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ അബോർഷൻ ചെയ്യണില്ല. എന്തുണ്ടെങ്കിലും എന്തായാലും എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ അബോർഷൻ ചെയ്യണില്ല, കണ്ടിന്യൂ ചെയ്യാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ എൻ്റെ ചേട്ടനോട് കാര്യം പറഞ്ഞു, ഇനി ഇതിനെ പറ്റിയിട്ട് ടോക്കില്ല, ഒന്നുമില്ല, ഞാൻ കളയാൻ പോണില്ല, ഞാൻ കൊണ്ട് മുന്നോട്ട് പോവാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും നേരിടുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും നേരിട്ടിട്ടുള്ളത്. സോ ഈ ജേണി കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ, ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ അന്ന് ഒരു ഡിസിഷൻ എടുത്താണ് ഇനി ഒരു അബോർഷനോ ഒന്നുമില്ല എന്നുള്ളത്. വീണ്ടും ടോപ്പിക്ക് മാറിപ്പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടേക്ക് എത്തുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി എനിക്കിത് പറയണമെന്ന് തോന്നി, ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് സെക്കൻഡ് പ്രഗ്നൻസി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
സെക്കൻഡ് പ്രഗ്നൻസിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഛർദി, തളർച്ച, നിൽക്കാൻ പറ്റില്ല, അപ്പോഴേക്കും തളർന്ന് വീഴുക, പിന്നെ ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തീരെ പറ്റണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ണിനെ മാത്രം നോക്കിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. സോ അത് വന്ന് 3 മാസം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പീരീഡ് തന്നെയായിരുന്നു. നല്ലൊരു കടമ്പ തന്നെയായിരുന്നു ആ ഒരു 3 മാസം കഴിഞ്ഞ് കിട്ടാന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈം ഞാൻ കഴിഞ്ഞ് കിട്ടിയത്. ഉണ്ണീനെന്ന് പറയുന്നത് അവന് ഭയങ്കരമായിട്ട് കുറുമ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവനെ ഉറക്കാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് നിർത്തിയത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. പക്ഷെ എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ മെന്റലി ആകെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സ്റ്റേജാണ് ഇപ്പോഴത്തെ. ഈ കഥയൊക്കെ പറഞ്ഞു. സെക്കൻഡ് പ്രഗ്നൻസിയിലെ സിംറ്റംസ് മാത്രം ഞാൻ പറഞ്ഞില്ല. ഓക്കെ, സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് വന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന, നല്ല തലവേദന എനിക്ക് യൂഷ്വലി വരാറുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ആ ഒരു തലവേദന വന്നിരുന്നു. സോ ഞാൻ കരുതുന്നു തലവേദന അന്ന് എനിക്കൊരു സിംറ്റമായിട്ട് കാണിച്ചതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഇതായിരുന്നു, വിശപ്പ്, ഭയങ്കര വിശപ്പായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പില്ല, അങ്ങനത്തെ വിശപ്പ് വരും. മിനിറ്റിന് എന്താ പറയുക, ഒരു ആനനെ കഴിക്കാനുള്ള വിശപ്പ് വരും, പക്ഷെ ഇത്തിരി കഴിയുമ്പോഴേക്കും വിശപ്പ് പോകും. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും നല്ല വിശപ്പ് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വിശപ്പിൻ്റെ കാര്യത്തിൽ. പിന്നെ ഛർദി തുടങ്ങിയത് ഒരു 6 ആഴ്ച കഴിഞ്ഞ് തുടങ്ങി, പിന്നെ ഛർദി തുടങ്ങി. അതങ്ങനെ ഈ വിശപ്പും ഈ തലവേദന, പിന്നെ ഇത് നമുക്ക് പനിക്കണ പോലെ തോന്നാം. അതായത് ഈ ബോഡി ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ ഭയങ്കര തണവ് തോന്നുക, ഭയങ്കര ബോഡി ടെമ്പറേച്ചർ കൂടി തോന്നിട്ട് എപ്പോഴും പനിക്കണ പോലെ തോന്നുക. പക്ഷെ പനിയില്ല, തോന്നുക അങ്ങനെ ബോഡി ടെമ്പറേച്ചർ കൂടി നിൽക്കണ പോലെ തോന്നാം. ഈ ഒരു 3 സിംറ്റം ആയിരുന്നു എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ കാണിച്ചത്. വേറെ അങ്ങനെ സിംറ്റംസും കാര്യങ്ങളും കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ഫീഡിങ് ആയതുകൊണ്ട് തന്നെയാണ് ബ്രസ്റ്റിൻ്റെ ചേഞ്ചസ് മനസ്സിലാവേണ്ടത്. പിന്നെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഈ വാജിനൽ ഡിസ്ചാർജ് ഫസ്റ്റിലും സെക്കൻഡിലും സെയിം ഞാൻ കണ്ടു. ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ വാജിനൽ ഡിസ്ചാർജ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, പക്ഷെ ഞാനത് അങ്ങനെ വിട്ടുകളഞ്ഞു. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം കിട്ടണില്ല. ഉണ്ണിയുടെ പിന്നെ നല്ല ഓട്ടവും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനോ അതോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കിതില്ല. അങ്ങനെ ഞാൻ ആ ഒരു ഇതിന് കംപ്ലീറ്റ്ലി ഞാൻ അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റും സെക്കൻഡ് പ്രഗ്നൻസിയിലും സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവർക്കും ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നുക, അതുപോലെ തന്നെ ഈ വാജിനൽ ഡിസ്ചാർജ്, പിന്നെ അതുപോലെ ബ്രസ്റ്റിൻ്റെ ചേഞ്ചസ്, പിന്നെ ഈ തളർച്ച, ക്ഷീണം, തലവേദന, മസിൽ പെയിൻ, അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു സിംറ്റം എന്ന് പറയുന്നത് മിസ്ഡ് പീരീഡ് തന്നെയാണ്. പക്ഷേ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു സിംറ്റമായി കാണാൻ പറ്റില്ല. എനിക്ക് മുൻപുമായാലും ഇങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് സംശയിച്ചു പോകും. പക്ഷേ നമുക്ക് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പീരീഡ്സ് വരുന്നുണ്ടാവുക. പീരീഡ്സിന് ഡിലേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആക്ച്വലി നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് തോന്നുന്നു ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. കുറച്ച് ഇമോഷണലി കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ സംബന്ധിച്ചിടത്തോണ്ട് തന്നെ ആ ഒരു പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോൾ അതും കൂടി കയറി വരാണ് എല്ലാം കൂടിയിട്ട്. സോ അതിന് സോറി. കാരണം പറയാൻ വന്ന പോയിന്റ്സ് വേറെയും എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും വേറെയും കൂടുതലായി നിൽക്കണ പോലെ തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെല്ലാവർക്കും ബൈ.